നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. ഒരു സ്ഫെറിക്കൽ സർഫസിൽ എന്താണ് സ്ഫെറിക്കൽ സർഫസ്? ഒരു സ്ഫെറിക്കൽ സർഫസിൽ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് വന്ന് അതിൻ്റെ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്നുള്ളത്. എ റിഫ്രാക്റ്റിംഗ് സർഫസ് വിച്ച് ഫോംസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ ഓഫ് ട്രാൻസ്പാരൻറ്റ് റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽ. ഒരു ഗോളം, ഒരു സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ ഭാഗമാണ് റിഫ്രാക്റ്റിംഗ് സർഫസ്. മാത്രമല്ല അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? ട്രാൻസ്പാരൻറ്റ് റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ്. എ റിഫ്രാക്റ്റിംഗ് സർഫസ് വിച്ച് ഫോംസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ ഓഫ് ട്രാൻസ്പാരൻറ്റ് റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽ ഈസ് കോൾഡ് സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ്. സി, ബ്ലൂ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തത് ഒരു സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ദിസ് വൺ അത് മീഡിയം സെപ്പറേറ്റ് ചെയ്യാണ്. റിഫ്രാക്റ്റിംഗ് സർഫസ്, ദിസ് ഈസ് ഫസ്റ്റ് മീഡിയം, ദിസ് ഈസ് ദ സെക്കൻഡ് മീഡിയം. ഞാനതിനെ N1 എന്നോ മ്യൂ എന്നോ കൊടുക്കാം. നമുക്കതിനെ μ1 എന്ന് കൊടുക്കുന്നു. ദിസ് ഈസ് μ1, ദിസ് ഈസ് μ2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് N എന്നുള്ള ലെറ്ററും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്, മ്യൂവും ഉപയോഗിക്കാറുണ്ട്. μ1 ആൻഡ് μ2. ദെൻ ഒബ്ജക്റ്റ് വെച്ചു, ഒബ്ജക്റ്റിൽ നിന്നും റേ പോയി, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ദെൻ ഇറ്റ് ഇമേജ് ഇവിടെ ഫോം ചെയ്തു. സി എന്ന് പറയുന്നത് നോർമലാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ്. സി നോർമലാണ്. ദെൻ ആറ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഒ ഈസ് ദ ഒബ്ജക്റ്റ്, എൻ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് തട്ടി ഇമേജ് ഫോം ചെയ്തു. ഒ ഈസ് ദ ഒബ്ജക്റ്റ്, ഐ ഈസ് ദ ഇമേജ്. ദെൻ ഈ ലൈൻ NM എന്ന് പേര് കൊടുക്കാം. അതിലൊരു ബെൻഡിങ് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ പറയുന്ന ഒരു ലിമിറ്റേഷനിൽ, അസംഷനിൽ നമ്മൾ പറയുന്ന ആദ്യത്തെ കാര്യം അതാണ്. NM, ഇപ്പോൾ നമുക്കൊരു ആംഗിൾ, പക്ഷേ NM ഈസ് പെർപെൻഡിക്കുലർ. എന്നിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ തന്നെയാണ് NM എന്ന് നമ്മൾ എടുക്കുന്നു. അതൊരു അസംഷൻ കേസാണ്, NM ആണ്. മാത്രമല്ല നമ്മളൊരു കാര്യം കൂടി അസംഷനായിട്ട് പറയുകയാണ്. മറ്റ് ഡിസ്റ്റൻസുകളെ വെച്ച് നോക്കുമ്പോൾ സ്ഫെറിക്കൽ സർഫസിൻ്റെ അപ്പറേച്ചർ വളരെ ചെറുതാണ് എന്നും നമ്മൾ അസംഷനായിട്ട് പറയുകയാണ്. രണ്ട് അസംഷൻ ഉണ്ട്. ഈ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് അസംഷൻസ് നമ്മൾ ഓർക്കണം. ഒന്ന്, ആസ് കമ്പയറിങ് വിത്ത് അതർ ഡിസ്റ്റൻസസ്, മറ്റ് ഡിസ്റ്റൻസുകളെ വെച്ച് നോക്കുമ്പോൾ അപ്പറേച്ചർ ഈസ് വെരി സ്മോൾ. ഒന്ന്. ദെൻ ദിസ് വൺ NM ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ. നമ്മൾ ഇതിലൊക്കെ എടുക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ നമുക്കിവിടെ കാണുമ്പോൾ ചെറിയൊരു ഡീവിയേഷൻ കാണുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ. ദെൻ നമുക്കിതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കാര്യം എന്താണ് നമ്മൾ നോക്കുന്നത്? ഇതിൻ്റെ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നു. O ഒബ്ജക്റ്റ് ആണ്, I ഇമേജ് ആണ്. ദെൻ നമ്മളപ്പോൾ ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആംഗിളുകൾ കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ 3 ട്രയാങ്കിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന് NOM, ട്രയാങ്കിൾ NOM. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി എന്ന് എടുക്കുന്നു. സോ NOM ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിൽ നിന്നും നമ്മൾ tan NOM കാണുന്നു. tan NOM ഈക്വൽ ടു tan NOM ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് NM ബൈ OM. ഞാൻ എടുക്കുന്നു NM ബൈ OM അല്ലേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ദിസ് ഈസ് tan NOM, ആംഗിൾ NOM, ഓപ്പോസിറ്റ് NM ബൈ OM, റൈറ്റ്. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തത് NMC. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ എടുക്കുന്നു. ആണ്, അപ്പറേച്ചർ ചെറുതായതുകൊണ്ട് NMC. അതിൽ നിന്നും tan NMC എടുക്കുന്നു. tan NMC ഈക്വൽ ടു നോക്കുന്നു tan NMC. നമ്മളതിൽ നിന്ന് എടുക്കുന്നത് tan NCM ആണ് എടുക്കുന്നത്. NCM, tan
NCM, tan NCM എടുക്കുന്നു. ശ്രദ്ധിക്കണം, അടുത്ത ട്രയാങ്കിൾ NCM ട്രയാങ്കിളിൽ നിന്നും ആംഗിൾ NCM എടുക്കുന്നു. അപ്പോൾ എന്തായി? tan NCM equal to this angle. So opposite by adjacent. അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, കാരണം this angle is 90 degree ആണ്. So NM by CM or MC എന്നെടുത്തു. അടുത്ത ആംഗിൾ NIM എടുക്കുന്നു. NIM അതിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ tan NIM. ആ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ദിസ് ആംഗിൾ, ഈ ആംഗിളാണ് ഓപ്പോസിറ്റ് എത്രയാണ്? NM by ദിസ് വൺ ഈസ് ഓപ്പോസിറ്റ്, NM by MI. NM divided by MI എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. നമുക്കറിയാം ഫോർ സ്മോൾ ആംഗിൾസ് ചെറിയ ആംഗിളുകളെ സംബന്ധിച്ചിടത്തോളം tan theta is approximately equal to sin theta. That is approximately equal to theta. Tan theta approximately equal to sin theta, that is equal to theta. So എനിക്ക് എന്ത് പറയാം? tan NOM നെ എനിക്ക് ആംഗിൾ NOM എന്ന് എഴുതാം. ആംഗിൾ NOM equal to NM by OM. അതേപോലെ തന്നെ ആംഗിൾ NCM equal to NM divided by MC. NM divided by MC എന്ന് പറയാം. അതേപോലെ തന്നെ ആംഗിൾ tan NIയുമാണ്. tan theta is approximately equal to sin theta is approximately equal to theta. സോ നമുക്ക് എന്ത് പറയാം? tan എന്നുള്ളത് വേണ്ട, നമുക്കത് ഡയറക്റ്റ് ആംഗിൾ ആയിട്ട് എഴുതാം. NIM equal to tan NIM എന്നുള്ളത് ആംഗിൾ NIM equal to NM divided by MI എന്ന് കിട്ടി. നമ്മൾ ഓരോന്നും ഇവിടെ നോട്ട് ചെയ്ത് വെച്ച് കാണും. 3 ആംഗിളുകൾ നമ്മൾ കിട്ടി, നോട്ട് ചെയ്ത് വെച്ചു. ദിസ് ഈസ് ഫസ്റ്റ് ആംഗിൾ, ദിസ് ഈസ് സെക്കൻഡ് വൺ, ദിസ് ഈസ് തേർഡ് വൺ. നമ്മൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ അടുത്ത് വീണ്ടും നമ്മുടെ ഫിഗറിലേക്ക് വരുന്നു. നമ്മുടെ ട്രയാങ്കിളുകളെ ശ്രദ്ധിക്കുന്നു. നമ്മൾ എടുക്കുന്ന ഫസ്റ്റത്തെ ട്രയാങ്കിൾ NOC. ഈ ട്രയാങ്കിൾ NOC, ഈ ട്രയാങ്കിളാണ് ആദ്യം എടുക്കുന്നത്. ആ ട്രയാങ്കിളിൻ്റെ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളാണ് ആംഗിൾ I അല്ലേ? ഫോർ ട്രയാങ്കിൾ NOC, ആ ട്രയാങ്കിളിൻ്റെ ഫോർ ട്രയാങ്കിൾ NOC ആംഗിൾ I ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ. I ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ. സോ ആംഗിൾ I ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഇതിനോട് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ? ഈ ആംഗിളും കൂട്ടിയത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ NOM പ്ലസ് ആംഗിൾ NCM എന്ന് എഴുതാം അല്ലേ? ദിസ് വൺ പ്ലസ് ദിസ് വൺ ഈക്വൽ ടു ദിസ്. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആംഗിൾ I കിട്ടുന്നു. NOM നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. NOM എന്താണ്? NM by OM. NOMന് പകരം NM by OM എന്ന് കൊടുത്തു. എവിടുന്ന് കൊടുത്തു? നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ച് വെച്ചിക്കാണ്. ഫസ്റ്റ് വൺ NOM എന്താണത്? NM by OM പ്ലസ് NCM നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. NCM 2 NM by MC. NM by MC എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. NM by MC. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അല്ല ഫോർത്ത് ഇക്വേഷൻ എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐയുടെ വാല്യൂ ആണ്. ഞാനൊന്ന്
ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയും ചെയ്തു. ദെൻ നമ്മൾ അടുത്തത് ഈ ട്രയാങ്കിൾ NCI ഫോർ ട്രയാങ്കിൾ NCI അല്ലേ, ഈ ട്രയാങ്കിൾ NCIയെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ NCM ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലേ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സോ അതിന് നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ NCM ഈക്വൽ ടു അല്ലെ, ആംഗിൾ NCM ഈക്വൽ ടു NCM ഈക്വൽ ടു ദിസ് ആംഗിൾ ഈക്വൽ ടു ദിസ് വൺ പ്ലസ് ദിസ് വൺ. ഇത് നമുക്ക് എഴുതിയിട്ടുണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, R പ്ലസ് ആംഗിൾ NIC, ആംഗിൾ NIC. സോ നമുക്ക് R കിട്ടണം, അതായത് ആറിനെ നമ്മൾ ഇവിടെ നിർത്തി ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ R ഈക്വൽ ടു ആംഗിൾ NCM മൈനസ് ആംഗിൾ NIC, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, ആംഗിൾ NCM നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആംഗിൾ NCM ഈക്വൽ ടു NM ബൈ MC. ആംഗിൾ NCM ഈക്വൽ ടു NM ബൈ MC. മൈനസ് ആണ്, മൈനസ് ആംഗിൾ NIC, ആംഗിൾ NIC തന്നെയാണ് ആംഗിൾ NIM അല്ലെ, ആംഗിൾ NIC തന്നെയാണ് ആംഗിൾ NIM. നമുക്കിവിടെ മാറ്റിയിട്ട് എന്ത് എഴുതാം, NIM എന്നെഴുതാം. തെറ്റുണ്ടോ? കാരണം ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിളും, നോ ചേഞ്ച്. സോ നമുക്കത് മാറ്റി എഴുതാം. ആംഗിൾ NIC തന്നെയാണ് ആംഗിൾ NIM. NIM നമുക്കറിയാം, മൂന്നാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു, NM ബൈ MI, NM ബൈ MI ഈക്വൽ ടു R. ഇതിന് നമുക്ക് എത്രാമത്തെ ഇക്വേഷൻ ആക്കാം, അഞ്ചാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ഫിഫ്ത്ത് ഇക്വേഷൻ. ഇതിന് നമുക്ക് അഞ്ചാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തു. സോ ഇനി നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിലും അണ്ടർലൈൻ ചെയ്യുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ് രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ആംഗിൾ ഐയെ സംബന്ധിച്ചിടത്തോളവും ആംഗിൾ ആറിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ദിസ് ഈസ് ആംഗിൾ ആർ, ദിസ് ഈസ് ആംഗിൾ ഐ. ആംഗിൾ ആർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആംഗിൾ സെയിം ആംഗിൾ ഐ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഐ കിട്ടി, ആറ് കിട്ടി, നമ്മൾ നേരിട്ട് ഐ കിട്ടി, ആറ് കിട്ടി. ദെൻ സ്ഫെറിക്കൽ സർഫസിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. സ്നെൽസ് ലോ, അപ്ലൈയിങ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ പ്രകാരം സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, സൈൻ ഐ ബൈ സൈൻ ആർ ഇങ്ങനെയാണ് വേണ്ടത്. സ്നെൽസ് ലോയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു sin I by sin R equal to second medium with respect to first medium, mu 2 with respect to 1. അതിന് നമുക്ക് എന്ത് പറയാം, mu 2 by mu 1 എന്ന് എഴുതാം, mu 2 by mu 1. So for small angles, ചെറിയ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം, ചെറിയ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, sin theta is approximately equal to theta. So I by R equal to mu 2 by mu 1 എന്ന് പറയാം. നമുക്ക് I by R അല്ലെ, സൈൻ വേണ്ട, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ mu 1 I ഈക്വൽ ടു mu 2 R എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് mu 1 I ഈക്വൽ ടു mu 2 R എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, mu 1 I ഈക്വൽ ടു mu 2 R എന്ന് കിട്ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ആംഗിൾ ഇക്വേഷൻ ഐക്കും ആറിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തുണ്ടായി, mu 1 ഐക്ക് പകരം NM ഡിവൈഡഡ് ബൈ OM പ്ലസ് NM ഡിവൈഡഡ് ബൈ MC ഈക്വൽ ടു mu 2 ആരെ കൊടുക്കണം, ആറിന് NM ഡിവൈഡഡ് ബൈ MC മൈനസ് NM
ഡിവൈഡഡ് ബൈ എം ഐ. രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐക്കും ആറിനും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ നോക്കുമ്പോൾ എല്ലാ ടേമിലും n1 ഉണ്ട്. സോ പുറത്തെടുത്തു, ക്യാൻസൽ ഔട്ട് ചെയ്തു. μ1 ഉള്ളിലേക്ക് കയറ്റി കൊടുത്തു. സോ എന്തുണ്ടായി? μ1 ഡിവൈഡഡ് ബൈ OM പ്ലസ് μ1 ഡിവൈഡഡ് ബൈ MC ഈക്വൽ ടു μ2 ഡിവൈഡഡ് ബൈ MC മൈനസ് μ2. NM എല്ലാ ടേമിലും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. അത് നീ കൺസിഡർ ചെയ്യണ്ട. അവിടെ 1 എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുന്നു. μ2 ഡിവൈഡഡ് ബൈ MI. μ2 ഡിവൈഡഡ് ബൈ MI എന്ന് കിട്ടി. ദെൻ μ1 ഡിവൈഡഡ് ബൈ OM പ്ലസ് μ1 ഡിവൈഡഡ് ബൈ MC ഈക്വൽ ടു μ2 ഡിവൈഡഡ് ബൈ MC മൈനസ് μ2 ഡിവൈഡഡ് ബൈ MI. ഈ മൈനസ് ടേമിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. MCയുടെ ടേമിനെ അങ്ങോട്ടും കൊണ്ടുപോകുന്നു. സോ μ1 ബൈ OM അവിടെ തന്നെയുണ്ട്. μ1 ബൈ OM മൈനസ് ടേം ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് ആയി. ദിസ് ടേം ഷിഫ്റ്റ്, ഈ ടേം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. μ2 ബൈ MI. μ2 ബൈ MI ഈക്വൽ ടു, ഈ ടേം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. സോ ദിസ് ടേം ഷിഫ്റ്റഡ് ടു ദിസ് സൈഡ്. μ1 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട്? μ2 ബൈ MC ഉണ്ട്. μ2 ബൈ MC മൈനസ്, എന്തുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്? ഈ ടേം ഇവിടെ പ്ലസ് ആണ്. സോ ഇത് അപ്പുറത്തോട്ട് പോയപ്പോൾ കമ്പൽസറി മൈനസ് ആവണം. μ1 ബൈ MC. μ1 ബൈ MC. സോ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? μ1 ഡിവൈഡഡ് ബൈ OM പ്ലസ് μ2 ഡിവൈഡഡ് ബൈ MI ഈക്വൽ ടു എന്തെന്ന് വരും? നോക്കുമ്പോൾ MC കോമൺ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ MC അല്ലേ? ഒരുമിച്ച് എഴുതി, ഇത്ര ആവശ്യമുള്ളൂ എന്നെഴുതി. ദെൻ അപ്ലൈയിങ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം. സൈൻ കൊടുക്കുകയാണ്. നമുക്കറിയാം OMന് സൈൻ കൊടുക്കണം, MIക്ക് സൈൻ കൊടുക്കണം, MCക്ക് സൈൻ കൊടുക്കണം. ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. OM അത് തന്നെയാണ്. MO അതെന്തായിരിക്കും? നെഗറ്റീവാണ് അല്ലേ? ഇവിടുന്ന് എല്ലാം ഇവിടുന്നാണ് അളക്കുക. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് U. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, സർഫസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. അത് U എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ സൈഡിലോട്ടായതുകൊണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് എന്ന് കൊടുക്കണം അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മൈനസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷറിങ് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ ദിസ് ഈസ് മൈനസ്. MI അത് ഇമേജിലേക്കുള്ള ദൂരമാണ്. സോ ഇറ്റ് ഈസ് പ്ലസ് V ആയിട്ട് എടുത്തു. ദെൻ R, MC ആണ്. MC എന്ന് പറഞ്ഞാൽ R ആണ്. അതെന്താണ്? ഈ സൈഡിലാണ് പ്ലസ് R അടുത്തു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദി ഇക്വേഷൻ അല്ലേ? നമുക്ക് കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദി ഇക്വേഷൻ. സോ വി ഗെറ്റ് μ1 ഡിവൈഡഡ് ബൈ OMന് പകരം മൈനസ് U പ്ലസ്, ശ്രദ്ധിക്കണം, μ2 ഡിവൈഡഡ് ബൈ MIക്ക് പകരം പ്ലസ് V ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ R. ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം ദിസ് ഈസ് മൈനസ്. സോ ബൈ റീഅറേഞ്ചിങ് വി ഗെറ്റ് ഫൈനൽ ഇക്വേഷൻ μ2 ബൈ V മൈനസ്, അല്ലെ ഈ മൈനസ് കൊടുത്തു, ഈ ടൈമിനെ സെക്കൻഡറി ആയിട്ട് എഴുതി. μ2 ബൈ V മൈനസ് μ1 ബൈ U ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടി. ദിസ് ഈസ് ദ ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഹോൾഡ് ഫോർ എനി കർവ്ഡ് സ്പെറിക്കൽ സർഫസ് അല്ലേ? ഈ ഇക്വേഷൻ ഏത് കർവ്ഡ് സർഫസിനെയും ഈ ഇക്വേഷനാണ് ഉള്ളത്. μ2 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ V ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്, സർഫസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം, മൈനസ് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ U. മ്യൂവിന് പകരം എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. U ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ R. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ റിഫ്രാക്റ്റിംഗ് സർഫസിനെ സംബന്ധിച്ച്. എങ്ങനെയുള്ള റിഫ്രാക്റ്റിംഗ് സർഫസ്? കർവ്ഡ് റിഫ്രാക്റ്റിംഗ് സ്പെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്, ഒരു സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷനാണ്. ദിസ് ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ഫോർ എനി കർവ്ഡ് സ്പെറിക്കൽ സർഫസ് അല്ലേ? ഇക്വേഷൻ ഫോർ
Equation for any curved surface. Equation for any curved surface.